അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സ്ത്രീ ഏഴിൻ്റെ അന്ന് ഹൈള് രക്തം നിലച്ചു എന്ന് വിചാരിച്ച് കുളിച്ച് ശുദ്ധിയായി നിസ്കരിക്കുകയാണ്. 8-ാം ദിവസം ഹൈള് പുറപ്പെട്ടില്ല. എന്നാൽ 9-ൻ്റെ അന്ന് പിന്നെയും ഹൈള് രക്തസ്രാവം നടക്കുകയാണ്. അപ്പോൾ ഇടയിൽ വെച്ച് നിസ്കരിച്ചതിൻ്റെ വിധി എന്താണ്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, ഷാഫിഈ മദ്ഹബ് പ്രകാരം 15 ദിവസം വരെ ഹൈള് ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ 7-ൻ്റെ അന്ന് നിലച്ചു എന്ന് വിചാരിച്ചിട്ടാണ് കുളിച്ചത് നിസ്കരിച്ചതും. എന്നാൽ 9-ൻ്റെ അന്ന് പിന്നെയും രക്തം തുടർന്ന് കണ്ടതിനാൽ ആ നിസ്കാരം ബാത്തിലാണ്. കാരണം രക്തസ്രാവം നടക്കാത്ത സമയവും കൂടി ഹൈളായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഹൈള് രക്തസ്രാവം നടക്കാത്ത ഇടവേളകളിൽ നിസ്കാരവും ഖുർആൻ പാരായണം തുടങ്ങിയ ഇബാദത്തുകളൊന്നും പാടില്ല എന്നതാണ് കർമ്മശാസ്ത്രം പറയുന്നത്. എന്നാൽ ഈ സ്ത്രീ ചെയ്തത് തെറ്റല്ല. അതിൻ്റെ പേരിൽ അവൾ കുറ്റക്കാരിയല്ല. കാരണം 7-ൻ്റെ അന്ന് ഹൈള് നിലച്ചു എന്ന് വിചാരിച്ചു പോയതുകൊണ്ടാണ് അവൾ നിസ്കരിച്ചത്. അതിനാൽ അവിടെ നിസ്കാരം നിർവഹിച്ചു എന്ന പേരിൽ ആ സ്ത്രീ കുറ്റക്കാരിയാകുന്നതല്ല. മറ്റൊരു സംശയം കുളിമുറിയിൽ നഗ്നമായി കുളിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, ഔറത്ത് എന്നതൊരു മാനമാണ്, മാന്യതയാണ്. മാന്യന്മാർ ഔറത്തിനെ അമൂല്യ വിചാരമായി പരിഗണിക്കുന്നതാണ്. കുളിമുറിയിലും ഔറത്ത് മറയ്ക്കൽ സുന്നത്താണ്. പൂർണ്ണ നഗ്നനാവൽ കുളിമുറിയിൽ വച്ച് പുരുഷന് ജായിസാണെങ്കിലും സ്ത്രീക്ക് ബാത്റൂമിൽ പൂർണ്ണമായി നഗ്നയായി കുളിക്കൽ കറാഹത്താണ്. അവിടെ ഔറത്ത് മറച്ച് കുളിക്കുകയാണ് നല്ലത്. അവിടുത്തെ ഔറത്തെന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് കേവലം മുട്ടുപൊക്കിളിൻ്റെ ഇടഭാഗം ആ ഭാഗം മാത്രം മറച്ചാൽ ഔറത്താണല്ലോ. അതുകൊണ്ട് സ്ത്രീകൾ ആ ഭാഗം മറച്ചുകൊണ്ട് കുളിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു.